ഈ മാക്ക് ആൻഡ് ചീസ് പാസ്തയുടെ വൈറ്റ് സോസിന് എന്തൊരു ടേസ്റ്റ് ആണല്ലേ. എന്തൊക്കെയാണ് ഇവർ ഇതിൽ ചേർക്കുന്നുണ്ടാവുക. റെസ്റ്റോറൻറ്റിൽ നിന്നും ഈ പാസ്ത കഴിക്കുമ്പോൾ നിങ്ങളിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളത് തന്നെയാണ് ഈ വീഡിയോ. ഇതിനായിട്ട് മാക്രോണി ആദ്യം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഒരിത്തിരി ഉപ്പും പിന്നെ അതിലോട്ട് ഒരിത്തിരി എണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇതിൽ റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഈ മാക്രോണി ഒന്നിച്ച് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത്. തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് 1 കപ്പ് മാക്രോണിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്ത ഇട്ട് കൊടുക്കാം. ഇവിടെ ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷേപ്പ്, കാരണം ഇതിനധികം കട്ടിയില്ല, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ ഉള്ളിലൊക്കെ ആ വൈറ്റ് സോസ് കയറിയിരിക്കുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് വേവിച്ചെടുക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട കേട്ടോ, കാരണം പലതിനും പല വേവാണ്. ഒരുപാട് വെന്തങ്ങ് കുഴയാനും പാടില്ല, പക്ഷെ എല്ലാം പാകത്തിന് വെന്തിരിക്കുകയും വേണം. പാകത്തിന് വെന്ത മാക്രോണി എടുത്ത് മറ്റൊരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ എല്ലാം കൂടെ അങ്ങ് ഒട്ടിപ്പിടിക്കും. ഇനിയാണ് കാര്യപരിപാടി. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വൈറ്റ് സോസ് ഇതിനായിട്ട് തയ്യാറാക്കണം. അതിനായിട്ട് അടി കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക് പാൻ തന്നെ എടുത്തിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് കുറച്ച് വെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെണ്ണയൊന്ന് ചെറുതായി ഉരുകി വരുമ്പോൾ അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ശ്രദ്ധിക്കുക, വെണ്ണയുടെ നിറം ഒരിക്കലും കറുത്തു പോരുത്, അതുകൊണ്ട് തീ നന്നായി കുറച്ച് വയ്ക്കുക. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നല്ല ചെറിയ തീയിൽ ഈ മൈദ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. മൈദ നന്നായിട്ട് വെന്ത് വരണം, ഒരിക്കലും പച്ച മൈദയാവരുത്. ഇത് പതഞ്ഞു വരുന്ന ഒരു സമയത്ത് ഇതിലേക്ക് അല്പാൽപമായിട്ട് പാൽ ഒഴിച്ചു കൊടുക്കുക. പാൽ ഒഴിക്കുമ്പോൾ മൈദ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ആദ്യം കുറച്ച് കട്ട പോലെ ഉണ്ടാവും, പക്ഷെ നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കുമ്പോൾ കട്ടയെല്ലാം മാറിക്കോളും. ഇങ്ങനെ കുറച്ചു നേരം ഇളക്കി കൊടുക്കുമ്പോൾ ഈ മൈദയും പാലും ഒക്കെ ചേർന്ന് നല്ല സിൽക്ക് പോലെ ഒരു പരുവത്തിലാകും. അതുവരെയ്ക്കും വേണം നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് അല്പം കുരുമുളക് പൊടിയും ഒരിത്തിരി ഒറിഗാനോയും ഒരിത്തിരി ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങളടുത്ത് ഇറ്റാലിയൻ ഹെർബ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈ സമയത്ത് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. 1/4 ടീസ്പൂൺ ഉപ്പും 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ പഞ്ചസാര നിർബന്ധമാണ് കേട്ടോ, എന്നാലേ ആ ഒരു വൈറ്റ് സോസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 സ്ലൈസോളം ചീസ് ചേർക്കുന്നുണ്ട്. ചീസ് ക്യൂബ്സ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതിത്തിരി ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള വൈറ്റ് സോസ് ഇവിടെ റെഡിയായി. ഇനി ഇതിനെ കുറച്ചൊന്ന് ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് വേവിച്ച കുറച്ച് വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ക്യാരറ്റും ബീൻസും സ്വീറ്റ് കോണും ഉപ്പ് ചേർത്ത് വേവിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് നേരെ വേവിച്ചിട്ടുള്ളൂ, ഒരുപാട് വെന്തുടയേണ്ട. കുറച്ച് ക്രഞ്ചി ആയിട്ടിരിക്കുമ്പോഴായിരിക്കും ടേസ്റ്റ്. ഇതിലേക്ക് ക്യാപ്സിക്കം പിന്നെ മഷ്റൂം ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച മാക്രോണി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഷേപ്പിനൊന്നും വലിയ ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ വേണം ഇളക്കിയെടുക്കാനായിട്ട്. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വൈറ്റ് സോസിന് കട്ടി കൂടുന്നത് പോലെ അല്ലെങ്കിൽ കുറുകി പോകുന്നത് പോലെ തോന്നുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പാല് കുറച്ച് ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് പരുവപ്പെടുത്തിയാൽ മതി. മാക്രോണിയും വൈറ്റ് സോസും നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ അവസാനമായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് ഒറിഗാനോയും പിന്നെ കുറച്ച് പെപ്പർ പൗഡറും ചേർത്ത് ഒരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. സത്യം പറയാലോ, റെസ്റ്റോറൻറ്റിൽ കിട്ടുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാക്ക് ആൻഡ് ചീസ് പാസ്തയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വൈറ്റ് സോസ് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി. ഇത് നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക.